ജാനകിയുടെ അബിയുടെ വീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. CI ആയുള്ള ഫോൺ കോളിന് ശേഷം തമ്പി മകളോട് പറയുകയാണ്, അച്ഛനെതിരെ ജാനകി ഒരു കള്ളക്കേസ് കൊടുക്കാൻ നിൽക്കുകയാണ്. ഒരു സ്ത്രീ പീഡന കേസ്. അത് ഇപ്പോഴത്തെ അല്ല, ഇപ്പോഴെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നാണ് തമ്പി പറഞ്ഞത്. 25 വർഷം മുമ്പ് തമ്പി ആരോ പീഡിപ്പിച്ചു, അങ്ങനെ ഒരു കേസാണ് അവർ കൊടുക്കുന്നതെന്ന് പറയുന്നു. മൊഴിയെടുക്കുന്ന സ്ത്രീക്ക് ജാനകിയും അബിയും 10 ലക്ഷം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ മോൾക്ക് ദേഷ്യം വരും. അവൾ പറയും, അങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിക്കുമ്പോൾ തമ്പി പറയും, ഒരു പെൺകുട്ടിക്ക് പീഡന കേസ് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം, അവൾ സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറയും. തമ്പിയുടെ മുഖത്ത് ടെൻഷൻ കാണുമ്പോൾ മകൾ പറയും, അച്ഛനെന്തിനെ പേടിക്കുന്നത്, അച്ഛൻ്റെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടാവും, ആരും നമുക്ക് പേടില്ല, നമ്മളെന്തായാലും ജയിക്കുമെന്ന് പറയുമ്പോൾ തമ്പി പറയും, അതൊന്നുമല്ല പ്രശ്നം, പോലീസിൽ കേസ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ എല്ലാവരുടെ മുന്നിൽ നാണം കെടും, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ തമ്പി പറയും. എന്തായാലും വക്കീലിനെയും ഉണ്ണിത്താനെയും കണ്ടും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് തമ്പി അവിടെ നിന്ന് ഇറങ്ങും. അപർണയ്ക്ക് വല്ലാതെ വിഷമമൊക്കെ ഇങ്ങനെ തോന്നും. അപർണ ഇങ്ങനെ പറയും, അച്ഛനാരാന്ന് അറിയാത്ത നിനക്ക് അച്ഛൻ്റെ വില ഞാൻ മനസ്സിലാക്കി തരാം, എൻ്റെ അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാവുന്നൊക്കെ അപർണ ഇങ്ങനെ മനസ്സിൽ പറയും. ജാനകി നിരഞ്ജനെ കാണാൻ വരികയാണ്. നിരഞ്ജനോട് അമ്മയുടെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, അമ്മയ്ക്ക് വയ്യാത്തതിനെ പറ്റിയും അമ്മയുടെ രോഗത്തിനെ പറ്റിയൊക്കെ. അപ്പോൾ നിരഞ്ജന പറയും, അമ്മേനെ അളകാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, ജാനകി എടുത്ത് എന്തിനാ അപർണയെ ഇങ്ങനെ പേടിക്കുന്നത്, അത് നിങ്ങളുടെ വീടല്ലേ എന്നൊക്കെ ചോദിക്കും. അപർണ എന്തെങ്കിലും പരിഹസിക്കാൻ വന്നാൽ ഇതൊക്കെ നിൻ്റെ വീട്ടിൽ മതിയെന്ന് മുഖത്തടിച്ച പോലെ എടുത്തി പറയണമെന്നൊക്കെ നിരഞ്ജന പറയും. അവൾ എന്ത് പറഞ്ഞാലും ചേട്ടത്തി മിണ്ടാതിരിക്കും, അതുകൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടത്തി എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു എന്ന് നിരഞ്ജന പറയും. ജാനകി പറയും, ഞാനൊരു അനിയത്തിയെ പോലെയാണെന്ന് അവളെ എപ്പോഴും പറയാറില്ലേ, പക്ഷേ ശരിക്കും എൻ്റെ അനിയത്തിയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നിരഞ്ജന ഞെട്ടും. നിരഞ്ജന ഇങ്ങനെ കുത്തി ചോദിക്കും, ആരാണ് അയാൾ, ചേച്ചി അത് എന്നോടെങ്കിലും ഒന്ന് പറയുന്നു പറയും. അപ്പോൾ ജാനകി പറയും, ഈ സത്യം ഇതിനു മുമ്പ് അറിയാവുന്ന ഒരാളാണ് ഉണ്ടായിരുന്നത്, അത് അബിയുടെ അച്ഛനായിരുന്നു എന്ന് പറയും. എന്നിട്ട് അബിയുടെ അച്ഛൻ പണ്ട് അബിയോട് പറഞ്ഞ ഈ കഥയെ പറ്റി പറയും. പണ്ട് അവരുടെ ഓഫീസിൽ അക്കൗണ്ടൻ്റായിട്ട് ഒരു രാധാമണി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം അവൾ ഓഫീസിലേക്ക് തീരെ വരാതായി. അതിനെപ്പറ്റി തമ്പിയോട് ചോദിച്ചപ്പോൾ തമ്പി പറഞ്ഞ് അവൾ അവരുടെ കൂടെ ഒളിച്ചോടി, അങ്ങനെ എന്തോ കഥ പറയും. പിന്നീടാണ് അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞത്. അവൾ പോകാൻ കാരണം ഇതൊന്നുമല്ല, അവളെ തമ്പി നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവൾ പോയത്. അവളൊരു പെൺകുട്ടിയും പ്രസവിച്ചു, അതാണ് ജാനകി എന്ന്. അബിയുടെയും ജാനകിയുടെയും നാശം കാണാൻ വ്രതം എടുത്ത് നടക്കുന്ന തമ്പിയാണ് ജാനകിയുടെ അച്ഛനെന്നും അബിയുടെ അച്ഛൻ പറയും. ഈ കഥകളൊക്കെ നിരഞ്ജനയ്ക്ക് വിശ്വസിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. നിരഞ്ജനയ്ക്ക് ഭയങ്കരമായിട്ട് അവിശ്വസനീയമായിട്ട് അപ്പോഴും തോന്നും. ജാനകി പഴയ കുറച്ച് തെളിവുകളൊക്കെ എടുത്തിട്ട് നിരഞ്ജനയുടെ കയ്യിലേക്ക് കൊടുക്കും. ഈ തെളിവ് വെച്ച് കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് ജാനകി ചോദിക്കുക. അപ്പോൾ നിരഞ്ജന പറയും, ഈ കേസ് എന്തായാലും ഞാൻ തന്നെ വാദിക്കും, ചേച്ചിക്ക് വേണ്ടി ഈ അനിയത്തി ഇത് സാധിച്ചു തരുമെന്ന് പറയും. ജാനകി പറയും, അയാളെ വെറുതെ വിടരുന്നു മോളെ, അയാളെ ജയിലിൽ പോയിട്ട് കാണാനുള്ള അവസരം നീ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയും. അപർണയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ വേലക്കാരി ജാനകിയെ പറ്റി നല്ലപോലെ സംസാരിക്കുമ്പോൾ അപർണയ്ക്ക് തീരെ ഇഷ്ടാവുന്നില്ല. ഒരു വണ്ടി വരും. അപ്പോൾ വേലക്കാരി പറയും, നിരഞ്ജന ആയിരിക്കും എന്ന് പറയും. അപ്പോൾ അപർണ പറയും, ഇനി അവൾക്ക് വേഗം ചായ കൊണ്ട് കൊടുക്കാൻ നോക്കണ്ട, അവൾ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോട്ടെ എന്ന് പറയും. വന്ന കയറിയ ഉടനെ തന്നെ നിരഞ്ജന കുറേ സമയം അപർണയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അപർണ നോക്കിയാൽ, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കും. ആദ്യമായിട്ട് കാണുന്ന പോലെ. നിരഞ്ജനയ്ക്ക് അപ്പോഴൊക്കെ ജാനകി പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ നിരഞ്ജന പറയും, എനിക്കിപ്പോൾ അപർണയെ കാണുമ്പോൾ മുമ്പത്തേക്കാളും സ്നേഹമാണ് തോന്നുന്നതെന്ന് പറയും. പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു തോന്നാമെന്ന് അപർണ ചോദിക്കുന്നുണ്ടെങ്കിലും നിരഞ്ജന ആവോയെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കളയും. സ്നേഹിച്ച് കൊല്ലാതിരുന്നാൽ മതിയെന്ന് അപർണ പറയും. നിരഞ്ജന അപ്പോഴും ചിരിക്കും. നിരഞ്ജന ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന്. അപ്പോൾ പറയും, എന്താ ചോദിച്ചോന്ന് പറയും. അപർണ ഇങ്ങനെയൊക്കെ അപമാനിച്ചിട്ടും ജാനകിയെടുത്ത് എതിർത്തൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അപർണയ്ക്ക് അറിയോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അപർണയോട് ചോദിക്കും. അപ്പോൾ അപർണ പറയും, കാരണമുണ്ട്, ഞാൻ ആരാന്ന് അവൾക്കറിയാം, അതുകൊണ്ടാണ് അവൾ അങ്ങനെ നിൽക്കുന്നതെന്ന് അപർണ പറയും. അപർണ പറയും, ജാനകി പണ്ട് തൻ്റെ അച്ഛൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സ്ത്രീയെ അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ കേസ് കൊടുക്കാനൊക്കെ നിൽക്കുകയാണ്, അതൊന്നും നടക്കാൻ പോണില്ല, ഇതാണ് അവളുടെ നാശത്തിൻ്റെ തുടക്കവും അവസാനമെന്ന് പറയും. എൻ്റെ അച്ഛനെ തൊട്ട് കളിച്ചാൽ അവൾ ഈ ജന്മം മുഴുവൻ കരയാനുള്ളത് അപർണ ഉണ്ടാക്കുമെന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞയക്കും അവളോട്. ഉണ്ണിത്താനോട് തമ്പി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ 25 വർഷം മുന്നത്തെ ഒരു കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിത്താൻ ചോദിക്കും, എന്തിനാ 25 വർഷം മുന്നത്തെ കേസൊക്കെ അവർ ഇതാക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് അങ്ങനെ കള്ളക്കേസ് കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പോഴേക്കും അവിടെ സെക്യൂരിസൻ വരും. സെക്യൂരിസനും ഇവരുടെ കൂടെ സംസാരത്തിൽ കൂടും. അപ്പോൾ സെക്യൂരിസനോട് ഉണ്ണിത്താൻ പറയും, താരൊക്കെ എന്ത് കേസ് കൊണ്ടുവന്നാലും തമ്പിയുടെ കൂടെ ഞാനുണ്ടാവും എന്ന് പറയും. അവരോടൊക്കെ പോയി ചെന്ന് പറഞ്ഞേക്കുന്ന കൂടി ഉണ്ണിത്താൻ സക്കീറിനോട് പറയും. സക്കീർ അത് കേട്ട് തിരിച്ചു പോകും. അപ്പോൾ തമ്പി പറയും,
താൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, പിന്നെ എനിക്ക് പ്രശ്നമില്ലയെന്ന് പറയും.